friends, എല്ലാവർക്കും അന്നാക്കിയാസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ പറമ്പിലെ കുറച്ച് പ്ലാവുകളാണ്. പിന്നെ ഇവിടെ കനാലുണ്ട്, അതിൽ കുറേ വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ വെള്ളം പോയിട്ട് എനിക്ക് സങ്കടമുണ്ട്, കാരണം നല്ല ഇമ്പോർട്ടാണ്. ബട്ട് എനിക്കത് അതിൻ്റെ അകത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം COVID-19 ആണല്ലോ. അപ്പോൾ ഇത് ഞാൻ ചക്ക ഒന്ന് കാണിച്ചത്, ഇതാണ് ചക്ക. അപ്പോൾ ഇതാണ് ഒറ്റ പ്ലാവ്. ഇത് ഒറ്റ പ്ലാവല്ല, കുറേ പ്ലാവുണ്ട്. ഇതാണ് ഒരു പ്ലാവ്. ഒരു കുഞ്ഞു ചക്കയുണ്ട്. പിന്നെ അതെ ഇവിടെ ഒക്കെ കണ്ടോ, കുറേ വലിയ ചക്കകളോടൊപ്പം ഇതൊരു വലിയ ചക്ക കേട്ടോ. പിന്നെ ഇതൊക്കെ പിടിക്കുമ്പോൾ സൂക്ഷിക്കണം. ഇവിടെ ഒരു ഇതുപോലെ ഉണ്ടല്ലോ, ഇതൊരു ബഡ് പ്ലാവാണ്. ആ ചക്കയും വലിപ്പമുണ്ടല്ലോ. അവിടെ ഒരു ചക്ക വെറുതെ നിലത്ത് കിടക്കുന്നു. അത് നെത്തല്ലേ? ഒരു സ്പെഷ്യൽ ചക്കയാണ്. അതിന് ഇടിച്ച് നിരത്താക്കി വെച്ചേക്കുക. അതവിടുന്ന് കണ്ടിച്ചെടുക്കാൻ പറ്റുമോ? അല്ലെ കമ്പ് കണ്ടിക്കണം. ആ കമ്പ് ഉണങ്ങി. കംപ്രസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫയലുകളൊക്കെ കംപ്രസ് ചെയ്ത് വെക്കുന്നതിന്റെ ഒരു പഴയ രൂപമാണ്. ഇതിൽ നിന്നാണ് നമ്മൾ ഈ ഫയലുകളൊക്കെ കംപ്രസ് ചെയ്യാൻ പഠിച്ചത്. ഇതാണ് ചക്ക ചതയാതെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. ചാവട്ടെ, ആർക്കെങ്കിലും കൊടുക്കാം. സാധനം കറക്റ്റാണോ? അത് വേറെ സ്ഥലത്താ. വാക്കത്തി തന്നെ തിരിക്കുവോ? ഇനി ഇടുമ്പം ഈ 1, 2, 3, 4 ഇനി തോട്ടി മാറ്റിക്കോ. ചക്കയായിട്ട് വീഡിയോ അത് നല്ല തെളിഞ്ഞ വെള്ളം. കണ്ട നോക്ക്, മേടിച്ചോ. ഓ, കാലിലോട്ട് വീണിട്ടുണ്ട്. കുളിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ? ഇത് ഒരു വേറെ പ്ലാവാണ്. ഇതിൽ കുറേ ചക്കകളുണ്ട്. ഈ പ്ലാവിലെ ചക്കകൾ കൊണ്ടാണ് ഞങ്ങൾ ചക്കപ്പൊടി ഉണ്ടാക്കുന്നത്. കുറേ ചക്ക ഇങ്ങനെ ലോറിക്കാരനും കൊണ്ടുപോയി. ഈ വണ്ടിയിൽ കൊണ്ടുവന്ന ചക്കയെല്ലാം നിങ്ങളുടെ മുമ്പിൽ ബേബി ഫുഡായി എത്തുന്നതായിരിക്കും.
ഇത് ഞങ്ങളുടെ മറ്റൊരു ബഡ് പ്ലാവാണ്. ഇത് കൂഴപ്പഴം ഉള്ള പ്ലാവാണ്. ചക്ക വെട്ടാൻ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേച്ചി വന്നിട്ടുണ്ട്. ചക്കയെല്ലാം അരിഞ്ഞ് ഉണങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 ആഴ്ചത്തെ ഉണക്ക്. നല്ല വെയിലാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഉണങ്ങി കിട്ടും. നല്ലൊരു ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഒരു ഉച്ച കഴിയുമ്പോൾ മുതൽ മഴയായ കാരണം അറിയത്തില്ല എങ്ങനെയാണെന്ന്. അപ്പം നല്ല വെയിലാണ് ഒരാഴ്ച, അല്ലെങ്കിൽ 2 ആഴ്ചയെങ്കിലും എടുക്കും ഈ ചക്ക നന്നായിട്ട് ഉണങ്ങി കിട്ടാൻ. നന്നായിട്ട് ഉണങ്ങിയില്ലെങ്കിൽ അത് ഒരു വർഷത്തേക്കൊന്നും ഇരിക്കുകയില്ല. നമുക്കിത് ഒരു വർഷമെങ്കിലും ഇരിക്കാനുള്ള ചക്കയാണ്. അത് നമുക്ക് പൊടിച്ച് വെക്കണമെങ്കിൽ പൊടിച്ച് വെക്കാം, അല്ലെങ്കിൽ ആവശ്യമനുസരിച്ച് കുറേശ്ശെ പൊടിച്ചെടുത്താലും മതി. ഇപ്പോൾ 2ാമത്തെ ദിവസമാണ്. 2 ഉണക്കായിട്ടുണ്ട്. ഇതൊരു 2 ആഴ്ച കഴിയുമ്പോഴുള്ളൂ നന്നായിട്ട് ഉണങ്ങി പൊടിക്കാൻ പാകാവുള്ളൂ. ചക്ക നമ്മുടെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. 2 ആഴ്ചയോളം എടുത്ത് നന്നായിട്ട് ഇത്രയും ഉണങ്ങി കിട്ടാനായിട്ട്. ഞാനിത് കുറേശ്ശെ എടുത്ത് ആവശ്യമനുസരിച്ച് പൊടിക്കുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് പൊടിച്ച് വെക്കാം. അതിൽ നല്ലത് ഇതിങ്ങനെ തന്നെ ഇരുന്നോളൂ, ഒരു കുഴപ്പമില്ല. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതി. ഞാനിത് അടയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഗോതമ്പിൻ്റെ അട ഉണ്ടാക്കുമ്പോൾ കൂടെ ഈ പൊടിയും കൂടെ ചേർക്കും. നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ചേർത്താലും നല്ലതാണ്. ഗോതമ്പ് പൊടിയുടെ കൂടെ ഇത് കുറച്ച് പൊടിച്ച് ചപ്പാത്തിയുടെ കൂടെ ചേർത്താലും നല്ലതാണ്. എങ്ങനെ കഴിച്ചാലും ചക്കപ്പൊടി നല്ല ആരോഗ്യത്തിന് നല്ലതാണ്, വളരെ ടേസ്റ്റിയാണ്, നല്ലതുമാണ്. എങ്ങനെയെങ്കിലും ഒക്കെ നമ്മൾ കഴിക്കാനായിട്ട് നോക്കുക. ഞാനിപ്പോൾ കുറച്ചെടുത്ത് പൊടിച്ചതാണ്, വളരെ കുറച്ച് മാത്രമേ എടുത്ത് പൊടിച്ചിട്ടുള്ളൂ. ആ പൊടിയാണിത്. കണ്ടില്ലേ, നല്ല കളറുണ്ട്. ഗോതമ്പ് പൊടിയുടെയൊക്കെ ഒരു കളർ തന്നെയാണ്. ഗോതമ്പ് പൊടിയുടെ കൂടെ നന്നായിട്ട് ചേരും. ഇത് അട ഉണ്ടാക്കാനോ ചപ്പാത്തി ഉണ്ടാക്കാനോ എന്ത് വേണമെങ്കിലും നിങ്ങളുടെയൊക്കെ ഇഷ്ടംപോലെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഒക്കെ ചേർത്ത് കഴിക്കുക എല്ലാവരും. അപ്പോൾ ഇപ്പം ഇത്തിരി ചക്കയൊക്കെ ഉള്ള കാലമാണ്. വെറുതെ നശിപ്പിച്ച് കളയാതെ കുറേ ചക്കയൊക്കെ എടുത്ത് അരിഞ്ഞ് ഉണക്കി വെക്കുക. ഇപ്പം നല്ല വെയിലുമുണ്ട്, നല്ല പണിയാണ്, പക്ഷേ ഏറ്റവും ഗുണകരമായൊരു സാധനമാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.